എൻ്റെ പിതാവും പൂർവികന്മാരും ആ പൂർവികർ ചെയ്തിരിക്കുന്നതായ ശുദ്ധമായിരിക്കുന്ന അനുഭവമാണല്ലോ. കോലത്ത് നാട്ടിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. തെയ്യക്കാലമാകുമ്പോൾ ഇവിടുത്തെ കാവുകളിലും കോട്ടങ്ങളിലും തറവാട്ടു മുറ്റങ്ങളിലുമൊക്കെയായി വിവിധതരം തെയ്യക്കോലങ്ങൾ കെട്ടിയാടാറുണ്ട്. അതിൽ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവതയുടെ ഒരു തെയ്യക്കോലമുണ്ട്. സുഗമമായ പ്രസവത്തിനായാണ് സ്ത്രീകൾ ഈ ദേവിയെ പ്രാർത്ഥിക്കുന്നത്. ഈ തെയ്യക്കോലം ഏതെന്നറിയാനും ഒപ്പം ഇതിനു പിന്നിലുള്ള ഐതിഹ്യ കഥ അറിയാനും ഒക്കെയായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കേരളത്തിലെ വടക്കേ മലബാർ മേഖലയിൽ ആരാധിക്കപ്പെടുന്ന ഒരു പ്രാദേശിക ഹിന്ദു ദേവതയാണ് ഉച്ചിട്ട ഭഗവതി. ഉച്ചിട്ടയെ തെയ്യത്തിൻ്റെ രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. ഈ ദേവതയുടെ പ്രധാന ക്ഷേത്രങ്ങളുള്ളത് കേരളത്തിലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. അടിയേരി മഠത്തിൽ ഉച്ചിട്ട ഭഗവതി എന്നും വടക്കിനകത്തച്ചി എന്നും ഈ ഉച്ചിട്ട ഭഗവതിയെ അറിയപ്പെടുന്നു. പ്രധാനമായും മലയ സമുദായക്കാരാണ് ഉച്ചിട്ട തെയ്യം അവതരിപ്പിക്കുന്നത്. ഒപ്പം വേളർ സമുദായക്കാരും ഈ തെയ്യം അവതരിപ്പിക്കാറുണ്ട്. ഉച്ചത്തിൽ, അതായത് ഉറക്കെ സംസാരിക്കുന്നത് കൊണ്ടാണ് ദേവിക്ക് ഉച്ചിട്ട ഭഗവതി എന്ന് പേര് ലഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഓരോ തെയ്യങ്ങളുടെ പിന്നിലും ഒരു ഉത്ഭവ കഥയുണ്ടാവും. എന്നാൽ ഉച്ചിട്ട ഭഗവതി എന്ന തെയ്യത്തിനു പിന്നിൽ ധാരാളം ഐതിഹ്യ കഥയുണ്ട്. നമുക്ക് അത് ഏതൊക്കെയെന്നറിയാം. അതിലൊന്ന്, കൃഷ്ണനു പകരം കംസനാൽ കൊല്ലപ്പെടാൻ പോകുന്ന ദേവതയാണ് ഈ ഉച്ചിത്ത എന്ന് വിശ്വസിക്കപ്പെടുന്നു. കംസൻ അവളെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ കംസന്റെ ഘാതകൻ, അതായത് കൃഷ്ണൻ, ഭൂമിയിൽ ജനിച്ചു എന്ന് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നാണ് ഐതിഹ്യം. ഇനി മറ്റൊരു ഐതിഹ്യം ഉച്ചിത്ത ഭഗവതി അഗ്നിദേവന്റെ പുത്രിയാണ് എന്നുള്ളതാണ്. അഗ്നിയുടെ ശരീരത്തിൽ നിന്നും വീണ ഒരു തീക്കനൽ ബ്രഹ്മദേവന്റെ ഇരിപ്പിടമായ താമരയിൽ വീഴുകയും അതിൽ നിന്ന് ദിവ്യപ്രകാശമുള്ള സുന്ദരിയായ ഒരു ദേവി ജനിക്കുകയും ചെയ്തു. ബ്രഹ്മാവ് അവളെ കാമദേവൻ മുഖേന ശിവന് സമർപ്പിച്ചു. പിന്നീട് ഭൂമിദേവതയുടെ അഭ്യർത്ഥന മാനിച്ച് ഈ ദേവതയെ ലോകത്തിന്റെ പരിപാലനത്തിനായി മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് അയച്ചു. അഗ്നിയുടെ മകളായതിനാലാണ് ഉച്ചിട്ട ഭഗവതിയുടെ തെയ്യം തീയിൽ കിടന്ന് തീക്കനൽ കളിക്കാറുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഇതല്ലാതെ പാർവതി ദേവിയുടെ മറ്റൊരു രൂപമാണ് ഉച്ചിത്ത എന്നും വിശ്വസിക്കുന്നവരുണ്ട്. മറ്റൊരു ഐതിഹ്യം ശിവന്റെ മകളാണ് ഉച്ചിത്ത എന്നുള്ളതാണ്. ഇങ്ങനെ ഉച്ചിട്ട തെയ്യത്തിനു പിറകിൽ ധാരാളം ഐതിഹ്യ കഥകൾ നിലവിലുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ വളരെ ചുരുക്കം കാവുകളിൽ മാത്രമാണ് ഉച്ചിട്ട ഭഗവതിയുള്ളത്. ഉച്ചിട്ടയിലെ ശ്രീകോവിലുകൾക്ക് പുറമെ വടക്കേ മലബാറിലെ പല ക്ഷേത്രങ്ങളിലും പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഉച്ചിട്ട ഭഗവതിയുടെ തെയ്യം കെട്ടിയാടാറുണ്ട്. അഗ്നിയുടെ പുത്രിയായതിനാൽ തന്നെ ഉച്ചിട്ട ഭഗവതിയുടെ തെയ്യക്കോലം തീയിൽ ഇരുന്നും കിടന്നും ഒക്കെ കളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെയ്യക്കോലം നമുക്ക് വേറിട്ട ഒരു അനുഭവമാണ് കാഴ്ചവെക്കുന്നത്.
അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കൈയെടുത്തൂടെ, അല്പ ശീതം കായൂടെ നമുക്ക്. ആ കരം പിടിക്കാ, കരം പിടിക്ക്, കൂടുതൽ
സഹസ്രാദികളെ കൊണ്ടും ധനദാന സമ്പൽ സമൃദ്ധിയെ കൊണ്ടും ആരോഗ്യത്വത്തിന് കാത്തിരക്ഷിക്കാൻ നീ പാടുന്നുണ്ട് കേട്ടോ. എൻ്റെ പിതാവും പൂർവികന്മാരും ആ പൂർവികർ ചെയ്തിരിക്കുന്നതായ ശുദ്ധമായിരിക്കുന്ന അനുഭവമാണല്ലോ വിളിച്ചു കുടിച്ചിരുന്നത്. അതുകൊണ്ട് സൂര്യം കർക്കടം കീടകം കപടം എന്നിങ്ങനെയുള്ള മന്ദശുദ്ധി വരുത്തി അങ്കന്യാസകരൻ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് കണ്ണൂർ ജില്ലയിലെ ഒരു കോട്ടത്തിൽ കെട്ടിയാടിയ ഉച്ചിത്ത ഭഗവതിയുടെ തെയ്യക്കോലമാണ്. ഇതുപോലെ മറ്റൊരു തെയ്യക്കോലവും അതിനു പിന്നിലുള്ള ഐതിഹ്യ കഥകളുമൊക്കെയായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.